Lazarus, come out! ലാസർ മരിച്ചുപോയി. ഇനി അവനെ ഓർത്തിട്ട് എന്തെടുക്കാനാ? നിങ്ങൾ വല്ലതും കഴിച്ചോ? വിഷമിക്കാതെ ധൈര്യമായിട്ടിരി, ഞങ്ങളൊക്കെ ഇല്ലയോ? മാർത്തയ്ക്കും മറിയ്ക്കും എന്ത് ഗമയായിരുന്നു ലാസറിനെ ഓർത്ത്. ദാണ്ട കിടക്കുന്നു, എല്ലാ ഗമയും തീർന്ന്. മാത്രം ഓടി യേശു അങ്ങ് എപ്പോഴും വെഴുമെന്നു. ഇപ്പൊ യേശു എന്തിയേ? ലാസർ മരിച്ചത് അറിഞ്ഞു കാണുമോ? അറിഞ്ഞു കാണുമായിരിക്കും. പരിമള തൈലം പൂശുകളല്ലയോ മറിയ. എന്നിട്ടിപ്പൊ എന്തായി? യേശുവിനെ ഭയങ്കര പ്രിയമായിരുന്നല്ലോ. യേശു വരാതിരുന്നത് കണക്കായി. അല്ലടി, ആളയച്ചെന്നാ കേട്ടത്. പിന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ലാസറിന്റെ പ്രേതത്തെ കണ്ട് അതെന്റെ അടുത്തേക്ക് വരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. അച്ഛനും പിള്ളാരും കണ്ടില്ല, ഞാനേ കണ്ടുള്ളൂ. നീയും കണ്ടോ? ഞാനും കണ്ടു ഒരു നിഴലായി. അന്നേരം പട്ടിയും മോങ്ങി. മാർത്തേ, മറിയേ, അടക്ക ശുശ്രൂഷയ്ക്ക് വളരെയേറെ നല്ലപോലെ നടന്നു. അനേകം ആളുകളുണ്ടായിരുന്നു. സഭയിൽ എല്ലാരും വന്നിരുന്നു അല്ലേ? അതേ പുരോഹിത, സഭയിലെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. ഭാഗ്യവശാൽ പ്രകൃതി നമുക്ക് അനുകൂലമായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവർ യേശുവിന്റെ പിറകിലായിരുന്നല്ലോ. എന്ത് പറഞ്ഞാലും യേശു മതിയായിരുന്നു. പള്ളിക്കാരെയും പുച്ഛം, സഭക്കാരെയും പുച്ഛം, ആരെയും ഇവർക്ക് വേണ്ടായിരുന്നു. എല്ലായ്പ്പോഴും യേശുവിന്റെ പുറകിലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, യേശുവിന്റെ പുറകെ ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നോ? നോക്ക്, ഇപ്പൊ ഒരു മരണം വന്നപ്പോൾ സഭക്കാര് വേണ്ടി വന്നു. യേശു എന്തിയേ? ഇത്രയും നാളായിട്ട് ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. മാർത്തേ, മറിയേ, ഞാനൊരു കാര്യം പറയട്ടെ. സഭയിലൊക്കെ വരണം. ഇങ്ങനെ യേശുവിന്റെ പുറകെ നടന്നുകൊണ്ടിരുന്നാ പോരാ. ഇത്രയും നാളെ യേശുവിന്റെ പുറകെ നടക്കുമല്ലായിരുന്നോ? ലാസർ മരിച്ചിട്ട് 4 ദിവസമായി, കാണാനേ ഇല്ല. പോട്ടെ, ഞങ്ങൾ ഇവിടൊക്കെ ഉണ്ട്. സമാധാനപ്പെട്. എടാ, ഇന്ന് പൈസ വാങ്ങിച്ചിരിക്കണം കേട്ടോ. മുതലാളി പേടിക്കണ്ട മുതലാളി, അതൊക്കെ ഞാൻ ഏറ്റ്. ഇവിടെ ആരെങ്കിലും മുതലാളിക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോണം. എടാ പോട്ടെ പോട്ടെ, വാ. ഇതിനകത്ത് ആരെങ്കിലും മുതലാളിക്ക് പൈസ തരാനുണ്ടോ? എടാ, ഇവന് ഇച്ചിരി പെശക കേട്ടോ, ഇച്ചിരി പെശക. ഇത് കണ്ടല്ലോ, തിരിച്ചു വരുമ്പോ കിട്ടിക്കോളും. ഞങ്ങള് ലാസറിന്റെ വീട്ടിൽ വരെ പോയിട്ട് വരാം. അതിനിടയ്ക്ക് പലിശ സഹിതം വെച്ചോണം. സഹോദരിമാരെ, നിങ്ങൾ സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. പോട്ടെ, മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. പോട്ടെ. അന്നത്തെ അടക്ക ശുശ്രൂഷയ്ക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽനിന്നല്ലായിരുന്നു പൈസ ചിലവാക്കിയത്. അതെനിക്ക് തിരിച്ചു വേണം. പൈസ കൊടുത്തോണം. അതെൻ്റെ കയ്യിൽ നിന്നല്ല ചിലവാക്കിയത്. ബന്ധുക്കളെ ആരും അന്ന് കണ്ടില്ലായിരുന്നല്ലോ, സഹായിപ്പാൻ ആരും വന്നില്ല അന്ന്. യേശു ക്രിസ്തു എവിടെ പോയി? യേശു ഞങ്ങളെ സഹായിപ്പാനില്ലായിരുന്നോ? ആസറിനെ അടക്കത്തിന് കണ്ടതുകൂടിയില്ല. ആ പൈസ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഇപ്പോ ചോദിച്ചത് ശരിയാണോ?
രണ്ടാഴ്ചക്കുള്ളിൽ ആ പൈസ കിട്ടിയില്ലേ വിശ്വാസം. മുതലാളി ഇവിടെ നമുക്ക് പൈസ തരാനില്ലയോ? ആ ബുക്ക് ഒന്ന് എടുത്ത് നോക്കി. ആടാടാ നോക്കാം ശരി. മാർത്തേ, മറിയേ, വിഷമിക്കാതെ. യേശു വന്നില്ലേ? അദ്ദേഹം വരും. എന്താ അടുത്തുള്ളൊരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞിരുത്. തീർച്ചയായും വരും, വിഷമിക്കാതെ. മാർത്തേ, മറിയേ, യേശു ശിഷ്യന്മാരും വരുന്നുണ്ട്. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവിടുന്ന് എന്ത് അപേക്ഷിച്ചാലും തരുമെന്നറിയാം. മാർത്തേ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പുനരുദ്ധാനത്തിൽ അവൻ ഉയർക്കുമെന്നറിയാം. വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നീ തന്നെ. കർത്താവേ, അങ്ങുണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവനെ എവിടെ വെച്ചേക്കുന്നു? കല്ല് നീക്കുവിൻ. വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. പിതാവേ, അങ്ങ് എന്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ അറിയുന്നു. നീ എന്നെ അയച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് വിശ്വസിക്കേണ്ടതിനും ഞാൻ പറയുന്നു. ലാസറേ, പുറത്തു വരിക. അവന്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്.